ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്റ്റയ്ക്കകത്ത് ഫോഗ് ലാമ്പാണ്. നമുക്ക് ആ ഫോഗ് ലാമ്പ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാനൊന്നുമില്ല, ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്ത് കസ്റ്റമറെ കാണിക്കാൻ വേണ്ടി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിനകത്ത് വരുന്ന ഇന്നോവ ക്രിസ്റ്റയ്ക്കകത്ത് വരുന്ന വിത്ത് ക്രോം ഉൾപ്പെടെയുള്ള ബോർഡറാണ് വരുന്നത്, പിന്നെ ഫ്രെയിമാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വയറിംഗ് കിറ്റ് വരുന്നുണ്ട്, ഫുൾ വയറിംഗ് കിറ്റ് വരുന്നുണ്ട്. വയർ കട്ട് ചെയ്യുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, ഫുൾ വയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്കതൊന്ന് റിമൂവ് ചെയ്യാം. ആദ്യം നമുക്ക് ബമ്പർ ഒന്ന് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ 4 ബോൾട്ട് ആദ്യം റിമൂവ് ചെയ്യണം. ഇത്രയാണുള്ള ഫ്രണ്ട് ഗ്രില്ല് റിമൂവ് ചെയ്യാനായിട്ട്. ജസ്റ്റ് നമ്മളൊന്ന് വലിച്ചാൽ മതി, ഊരി വരും. വേറെ ഒന്നും ചെയ്യണ്ട. ഇനി നമുക്ക് ഊരേണ്ടത് ഈ 2 ബോൾട്ട് ഊരണം. ഫ്രണ്ട് ഗ്രില്ല് ഊരിയാൽ മാത്രമേ നമുക്ക് ഈ ബമ്പർ റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മളെ ബോൾട്ട് നമ്മൾ റിമൂവ് ചെയ്യണം. നമുക്ക് ഈ സൈഡിലായിട്ട് 2 10-ൻ്റെ ബോൾട്ടുണ്ട്. 10-ൻ്റെ ബോൾട്ടും ഒരു സാധാ ക്ലിപ്പും മാത്രം വരുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് റിമൂവ് ചെയ്യണം. ചെയ്തു. ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ഈ സൈഡിലൊരു ക്ലിപ്പുണ്ട്. ക്ലിപ്പ് മൈനസാണ്. അതിന് ജസ്റ്റ് നമുക്ക് തിക്കി എടുത്താൽ മതി. മൈനസ് ആയിട്ട് ഇതേപോലെ കറക്റ്റ് തിക്കിയാൽ മതി. ക്ലിപ്പ് എത്രയേ ഉള്ളൂ. ക്ലിപ്പ് ഊരി വന്നിട്ടുണ്ട്. നമുക്ക് ബമ്പറിനെ ഡയറക്റ്റ് വലിച്ചു കളയലും. ഇതിനകത്ത് ലോക്കുണ്ട്. ജസ്റ്റ് താപ്പോട്ട് പഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ ബമ്പറിനെ സൈഡിലോട്ട് വലിക്കാവൂ. എങ്കിൽ ബമ്പർ കംപ്ലീറ്റ് ആയിട്ട് മറിഞ്ഞു വരും. ഇതിനകത്തൊരു സ്ക്രൂവും കൂടെ ഉണ്ട്, അത് വിട്ടുപോകരുത്. നമുക്കിതെല്ലാം ഊരിയതിന് ശേഷം അവസാനം ഊരിയാൽ മതി. അപ്പോൾ എത്രയാണുള്ള ഇന്നോവ ക്രിസ്റ്റയുടെ ബമ്പർ റിമൂവ് ചെയ്യാനായിട്ട്. നമുക്കിനി വേണ്ടത് നമുക്കിതിനെ ഫോഗ് ലാമ്പ് ഫ്ലാപ്പ് അഴിച്ചെടുക്കണം. അത് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ ഇവിടെ റിമൂവ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു സ്റ്റാറിൻ്റെ ബോൾട്ടുണ്ട്. സ്റ്റാറിൻ്റെ ഒരു നെട്ടുണ്ട്, 2 ബോൾട്ടുണ്ട്. ഈ 2 ബോൾട്ട് നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഒരു ക്ലിപ്പുണ്ട് കേട്ടോ, ഈ ക്ലിപ്പുണ്ട്. ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് തിക്കിയാൽ മതി. ക്ലിപ്പ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് വലിച്ചാൽ മാത്രം മതി. നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ കവർ ഇവിടെ നിന്ന് പാപ്പുമ്പോൾ ഊരിയെടുക്കാം. നമുക്ക് ഈ ഫ്ലാപ്പിനെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. ലെഫ്റ്റ് റൈറ്റും ഉണ്ട്, അത് നമ്മൾ നോക്കിയോളണം. ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? ഒന്നുമില്ല, വെറും ലോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും.
അതിലേക്ക് നമ്മൾ പഴയതുപോലെ തന്നെ ഊരി ക്ലിപ്പ് വീണ്ടും തിരിച്ചിടുക. എന്നിട്ട് ഇവിടുത്തെ സ്ക്രൂ ഇവിടെ ഇടുക. ഇനി നമ്മൾ ഫോഗ് ലാമ്പാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സൈഡ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പിന് സൈഡുകളുണ്ട്, ഓരോന്നിനും ഓരോ സൈഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ കൂടെ തന്നെ ഫോഗ് ലാമ്പ് ഘടിപ്പിക്കാനുള്ള സ്ക്രൂ മറ്റു കാര്യങ്ങൾ വരുന്നുണ്ട്. സാധാരണയുള്ള ഫോഗ് ലാമ്പിൽ വരത്തില്ല. നമുക്കിവിടെ ഒരു ലോക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ ഫ്ലാപ്പിലായിട്ടൊരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്കിൻ്റെ നമുക്ക് ഇവിടുത്തെ പീസ് കയറ്റി ഇടണം. അതായത് ഇവിടെ ഒരു സൈഡ് സ്ക്രൂ ഇല്ല, നമുക്ക് 3 സൈഡ് മാത്രമേ സ്ക്രൂ വരത്തുള്ളൂ. അതിന് താഴത്തെ പീസിനകത്ത് നമ്മൾ സ്ക്രൂ ആഡ് ചെയ്യുക. അപ്പോൾ ആ സൈഡിൽ ഞാൻ സ്ക്രൂ എല്ലാം ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫോഗ് ലാമ്പ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡാണ് ചെയ്യുന്നത്. അവിടെ ചെയ്ത സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നതല്ല, വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ഇനി പറഞ്ഞില്ല, ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്കിനകത്താണ് ഇത് കയറ്റുന്നത്. ഇതേപോലെ തന്നെ കയറ്റി ലോക്ക് ചെയ്യണമെന്ന്. വ്യത്യാസം വേറെ ഒന്നുമില്ല. ഇതേപോലെ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമ്മളെ പഴയ ഇന്നോവയിലും എല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതേപോലെ ലോക്ക് കയറ്റിയാണ് ഇടുന്നത്. ഒരു സൈഡ് ലോക്ക് കയറ്റിയതിന് ശേഷം തന്നെയാണ്. ടൊയോട്ടയുടെ ഏകദേശമുള്ള എല്ലാ വണ്ടിയൊക്കെ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ 2 നമ്മൾ സ്ക്രൂ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളിതിനെ പഴയ മറ്റേ പോലെ തന്നെ വീണ്ടും കയറി ലോക്ക് ചെയ്യുക തന്നെ. ആ സൈഡ് ചെയ്ത നേരത്ത് ഫുള്ളായിട്ട് ഞങ്ങൾ സ്ക്രൂ ഇട്ടത് കറക്റ്റാണ് മനസ്സിലായില്ലെന്ന് തോന്നി. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ഫോഗ് ലാമ്പിലോട്ട് ഇടുന്ന വയറും കിറ്റ്. അപ്പോൾ ഫോഗ് ലാമ്പിലേക്ക് വയറും കിറ്റ് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇത് ലെഫ്റ്റ് റൈറ്റ് ഉണ്ട്. ഇത് നമ്മളെ ലെഫ്റ്റ് സൈഡാണ്, ഇത് റൈറ്റ് സൈഡാണ്. ജസ്റ്റ് ഇതിലെ കൂടെ വലിച്ചതിന് ശേഷം ഫോഗ് ലാമ്പിൽ നമ്മൾ അടിയിൽ ഇതിലെ കൂടെ പഞ്ച് ചെയ്തുകൊണ്ട് പോയാൽ മതി. എവിടെയാണ് നമ്മൾ ടാഗ് ചെയ്യുന്നത്. ഇവിടെ ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ 2 വയറിനെ വലിച്ച് മേളിലേക്ക് ആയിട്ട് ബാറ്ററി സൈഡിലേക്ക് എടുക്കുക. ഇതിലെ കൂടെ ബാറ്ററി സൈഡിലേക്ക് കൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വയറുകളെല്ലാം കൂടെ പിടിച്ച് ടാഗ് ചെയ്യാം എന്ന് കാണിച്ചാൽ. നമുക്കിപ്പോൾ ആവശ്യത്തിന് വയർ മാത്രം മതി. അതിനകത്ത് കറക്റ്റുള്ളതിനാണ് ഇട്ടിരിക്കുന്നത്. അത് നോക്കി നമുക്ക് ഇതേപോലെ ടാഗ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ടാഗെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എർത്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്തുള്ള എർത്തുണ്ട്. എർത്ത് നമ്മളിതാ ഇവിടെയാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. എർത്ത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ്. അതായത് ഒരു ബാറ്ററി ആയാലും അതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അതിൻ്റെ നെഗറ്റീവിനാണ് നമ്മൾ എർത്ത് എന്ന് പറയുന്നത്. എക്സസറീസ് ഫീൽഡിൽ എല്ലാവരും എർത്ത് എന്നാണ് നെഗറ്റീവിനെ പറയുന്നത്. നമുക്ക് ഇത്രയാണ് ഇവിടെ വയറിംഗ് കിറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഇവിടെ കഴിഞ്ഞ് നമുക്ക് ഇനി ബമ്പർ തിരിച്ച് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യണം. ബമ്പർ സെറ്റ് ചെയ്യാൻ ഒന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ നോക്കി സൈഡുകളെല്ലാം കറക്റ്റ് നോക്കിയുള്ള. നമ്മളെ ബമ്പർ വന്നിട്ട് ഇത്രയാണുള്ളത്. ഇനി നമുക്ക് പഴയതുപോലെ ഇവിടെ നിന്ന് ഒരു സ്ക്രൂകളെല്ലാം തിരിച്ച് അതുപോലെ ഇടാം. ഇതൊന്നുമില്ല, നമ്മളെ ഗ്രില്ല് തിരിച്ച് അതേപോലെ ആഡ് ചെയ്യണം. ഗ്രില്ല് ആഡ് ചെയ്യാൻ ഒന്നുമില്ല. ഇതിൻ്റെ സൈഡിലെ ലോക്കുകളെല്ലാം കറക്റ്റ് നോക്കിയാൽ മതി. ലോക്കുകളെല്ലാം കറക്റ്റ് കയറി നിൽക്കണം. എങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിവിടെ ബോൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കിവിടെ ബോൾട്ട് ഇടേണ്ട സ്ഥലത്ത് കറക്റ്റ് വീഴാനായും. ശേഷം നമുക്കിവിടെ കറക്റ്റ് ഓരോന്നിനൊരു ബോൾട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ അതായത് മെറ്റൽ പീസിലേക്ക് നമുക്ക് 10ൻ്റെ ബോൾട്ട് ഞങ്ങൾക്കൊരു മുഴപ്പുള്ള പീസാണ് വരുന്നത്. അത് തന്നെ കറക്റ്റ് അവിടെ തന്നെ ഇടുക.
മാറിപ്പോകരുത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഫോഗ് ലാമ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റിലേ വരുന്നത്. ഫോഗ് ലാമ്പിലേക്ക് ഇടുന്ന റിലേയാണ്. കാര്യം പുതിയ ക്രിസ്റ്റയ്ക്ക് നമുക്ക് സ്വിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. സ്വിച്ച് വയ്ക്കാനുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കാര്യം ആ പഴയ സ്വിച്ച് വയ്ക്കാൻ സ്പേസ് വയ്ക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു ഐറ്റംസുകളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വരുന്നത് വെച്ചാൽ ഇത് നമ്മുടെ ബാറ്ററി മെയിനാണ്. ഈ വയർ നമ്മുടെ പാർക്കിലേക്ക് കൊടുക്കാനുള്ള, പാർക്കിൻ്റെ മെയിൻ വയറിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് നമ്മുടെ നോർമൽ ബോഡി എർത്ത്, അതായത് നെഗറ്റീവാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഫോഗ് ലാമ്പിലേക്കുള്ള മെയിനാണ്. അപ്പോൾ ഇത്രയാണുള്ളത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് കണക്ട് ചെയ്യാം. നമുക്ക് ആദ്യം ചെയ്യാൻ പോണത് ഈ ഇതിലേക്ക് നമ്മൾ പാർക്കിൻ്റെ മെയിൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കട്ടിങ് കാര്യങ്ങളോ അവർക്ക് സ്ലീവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവർ ക്ലിപ്പ് ഇട്ടാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ കാര്യം പറഞ്ഞത് അവർക്കത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു, കസ്റ്റമർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇതേപോലെ ക്ലിപ്പ് ഇട്ടാണ് കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇതേപോലെ കയറ്റി ക്ലിപ്പ് അടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ക്ലിപ്പ് അടിക്കാൻ ഇച്ചിരി വീഡിയോസ് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ ഇടയിലാണ് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്ന കേൾക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ക്ലിപ്പ് അടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ക്ലിപ്പ് അടിച്ചിട്ടുണ്ടോ? ക്ലിപ്പ് അടിച്ചിട്ടുണ്ട്. ഞാനിപ്പം ഇത് നമ്മളെ പഴയ ഫോഗ് ലാമ്പിൻ്റെ ലൈനാണ്. ജസ്റ്റ് ഒന്ന് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ന് ഫോഗ് ലാമ്പ് നമ്മളൊന്ന് ഓണാക്കാൻ പോവുകയാണ്. പക്ഷേ പാർക്കൊന്നും ഇട്ടാ ഉണ്ടോ? ഇപ്പോൾ ഫോഗ് ലാമ്പ് വർക്കായിട്ടുണ്ട്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ നമ്മളെ ബാറ്ററി ഇതാ പറഞ്ഞ കണക്ക് ബാറ്ററി നെഗറ്റീവും കൊടുത്താൽ മാത്രം മതി. പിന്നെ പാർക്ക് ഇടുമ്പോൾ വർക്കാവും. പാർക്കിലാണ് കൊടുത്തിരിക്കുന്നത്. പാർക്കിനകത്തുണ്ടോ? ഒരു കാരണവശാലും ഡയറക്റ്റ് ബാറ്ററി മെയിൻ കൊടുക്കാതെ ഫോഗ് ലാമ്പ് കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ബാറ്ററി മെയിൻ ഡയറക്റ്റ് കൊടുക്കാതെ പാർക്കിലേക്ക് പിടിച്ച് കൊടുക്കാറ്. റിലേ ഇടുമ്പോൾ മെയിൻ കാര്യം വേറെ ഒന്നുണ്ടല്ല, വെട്ടം കുറവുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഫോഗ് ലാമ്പിലേക്കുള്ള വെട്ടം കുറവുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കൊടുത്തും പറഞ്ഞ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. വർക്കാവാനായി വെട്ടച്ചിരി വേരിയേഷൻ വരും. വെട്ടച്ചിരി കുറവായിട്ട് വരും ഡയറക്റ്റ് പാർക്കിൽ കയറാൻ നേരത്ത്. അല്ല വേറെ ഇഷ്യൂസൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഉള്ളത് ഇന്നോവ ക്രിസ്റ്റയ്ക്കകത്ത് സെറ്റ് ചെയ്യുന്നത്. ഞാൻ അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു കാണിച്ചു തരാം. ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്തോട്ടെ. ഇതൊന്നും ഞാൻ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല. ബാക്കി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഇതെല്ലാം കണക്ഷനെല്ലാം കൊടുത്ത് വയറെല്ലാം ടാഗ് ചെയ്തതിന് ശേഷം ബാക്കി വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതിലേക്കൂടെ ലൈൻ വലിച്ച് ഞാൻ കൊണ്ടുവന്നാൽ ഇവിടെ മൊത്തം ടാഗും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റിലേയും മറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഫോഗ് ലാമ്പ് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഫോഗ് ലാമ്പ് ഓണായിരിക്കുകയാണ്. നമ്മളെ വർക്കെല്ലാം ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ വർക്കോ കാര്യങ്ങളോ മറ്റൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാനുള്ളത്. മാക്സിമം ഇപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഇന്നോവ ക്രിസ്റ്റയ്ക്കകത്ത് ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽപരമായ കാര്യങ്ങൾക്ക് എല്ലാം എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.